എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. അടുത്ത ഒരു പദ്യം, അതായത് ഹരിനാമ കീർത്തനത്തിലെ 40ാമത്തെ പദ്യം നോക്കാം. ഢംഗം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹവഴി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പോൾ ഇവിടെ മഴവും മാനും ചിഹ്നങ്ങളായിട്ടുള്ള ഒരു പകുതി ദേഹവും ശംഖും ചക്രവും കയ്യിലേന്തിയ വിഷ്ണുവിൻ്റെ രൂപത്തെ കാണിക്കുന്ന പകുതി ദേഹവും ഉള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നാശരഹിതമായ ആ പരമാത്മാ രൂപം, അതിൻ്റെ പ്രതീകമാണല്ലോ ഓംകാര രൂപം. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ധ്യാനിച്ച് ഉറപ്പിക്കുന്നവന് അജ്ഞാനം എല്ലാം അകന്നു പോയിട്ട് എല്ലാ ഭേദചിന്തകളും വിട്ടകലുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഈ ലോകത്തിൽ ഇട്ടിങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുകയാണെങ്കിൽ ആ ഒരു രൂപത്തിൽ ഉറപ്പിക്കുകയും ഓംകാരാദി മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമജപങ്ങളിൽ നമ്മളെ മനസ്സ് ഉറപ്പിച്ച് നിർത്തുമ്പോൾ ആ ഒരു പരമാത്മ രൂപം അത് നമ്മളെ അജ്ഞാനമെല്ലാം അകന്ന് എല്ലാ ഭേദചിന്തകളും വിട്ടകലാൻ നമ്മെ സഹായിക്കും. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഢംഗം കുരംഗവും എടുത്തിട്ട് പാതിയിടൽ. ഢംഗം മഴു, കുരംഗം മാന്. അപ്പോൾ മഴുവും മാനും ശിവൻ്റെ പ്രതീകങ്ങളാണ്. പകുതി ദേഹം അതാണ്. പാതിയുടൽ. ശംഖം രഥാംഗവും എടുത്തിട്ട് പാതിയിടൽ. ശംഖ് ഒരു കയ്യിൽ ശംഖും, രഥാംഗം എന്ന് പറയുമ്പോൾ ചക്രം. അപ്പോൾ രഥത്തിൻ്റെ ഒരു ഭാഗം ചക്രമായിട്ട് വരുമല്ലോ. അപ്പോൾ ശംഖും ചക്രവും എടുത്തിട്ടുള്ള പാതിയുടൽ അത് വിഷ്ണുവിൻ്റെ രൂപത്തെ കാണിക്കുന്നു. അപ്പോൾ ശങ്കര നാരായണ രൂപം എന്ന് പറയാം. അപ്പോൾ രണ്ടും ഉണ്ട്, ശങ്കരനും നാരായണനും. ഇത് രണ്ടും കൂടിയിട്ടുള്ള രൂപങ്ങളുള്ള ആ ഒരു രൂപത്തെ ഭജിക്കുമ്പോൾ ഈ എന്താ പറയുക, ശിവനാണോ വലുത് വിഷ്ണുവാണോ വലുതെന്നുള്ള ആ ഒരു ഭേദചിന്ത തന്നെ അകന്നു പോകും. അപ്പോൾ ഏകാക്ഷരം തവഹി, നാശരഹിതമായ ഏകാക്ഷര രൂപം, നാശരഹിതമായ ഓംകാര രൂപം. തവഹി അങ്ങയുടെ തന്നെ, നിനപ്പവന് ധ്യാനിച്ച് ഉറപ്പിക്കുന്നവന് മോഹവഴി പോകുന്നു. അതായത് അജ്ഞാനവും അതിലൂടെ ഉണ്ടാവുന്ന ഭേദബുദ്ധിയും വിട്ടകലുന്നു. നാരായണന് നമസ്കാരം എന്നാണ് പറയുന്നത്. അതായത് മഴവും മാനും ചിഹ്നങ്ങളായിട്ട് കയ്യിൽ വഹിച്ചുകൊണ്ട് പകുതി ദേഹവും ശംഖും ചക്രവും കയ്യിൽ ഏന്തിക്കൊണ്ട് മറ്റേ പകുതിയും ഉള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നാശരഹിതമായ പരമാത്മ രൂപമോ അതിൻ്റെ പ്രതീകമായ ഓംകാര രൂപമോ ധ്യാനിച്ച് ഉറപ്പിക്കുന്നവനെ അജ്ഞാനമെല്ലാം അകന്ന് എല്ലാ ഭേദചിന്തകളും വിട്ടകലുന്നു എന്നാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചം ഒരു മിഥ്യയാണ് എന്നൊക്കെ നമ്മൾ പറയും. പലതരം ദേവതാ സങ്കല്പങ്ങൾ ഭാരതത്തിലുണ്ട്. എന്നാൽ ഒരേ പരമാത്മാവിനെ തന്നെ ധ്യാനിച്ച് ഉറപ്പിക്കണമെന്ന് ഹിന്ദു സംസ്കാരം നമുക്ക് പറഞ്ഞു തരുന്നു. കാരണം ഹിന്ദു മതം എന്ന് പറയുന്ന മനസ്സിൻ്റെ മതമാണ്. മനസ്സ് ശരിയായാൽ മാത്രമേ എല്ലാം ശരിയാവൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മനസ്സിൻ്റെ പ്രോഡക്റ്റാണ്. അതായത് മനസ്സ് ശരിയില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് സമൂഹത്തിലെ പല എല്ലാ ബുദ്ധിമുട്ടുകളും. അപ്പോൾ നമ്മൾ മനസ്സിനെ ശരിയാക്കിക്കൊണ്ടിരുന്നാൽ ഓരോ പ്രയാസങ്ങളും അകന്നകന്ന് പോകുന്നത് കാണാം. അപ്പോൾ ഓരോരുത്തരും തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് സർവശക്തനായ ഭഗവാനെ ആരാധിക്കുമ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഭേദബുദ്ധികളില്ലാതെ ശങ്കര നാരായണ ഉപാസന എന്ന് പറയുമ്പോൾ ശിവനെയും അതുപോലെ വിഷ്ണുവിനെയും ഒരുമിച്ച് ഒരു രൂപത്തിൽ കാണുന്നു. അതാണ് ഒരു കയ്യിൽ ഒരു ഭാഗം പാതിയുടൽ ശംഖും ചക്രവുമായ വിഷ്ണുവിൻ്റെയും പാതിയുടൽ മഴവും മാനും അത് ശിവൻ്റെ പ്രതീകങ്ങളാണ്.
ശിവചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങളുമുള്ള ആ രണ്ട് രൂപങ്ങളും ചേർന്നിട്ടുള്ള ശങ്കരനാരായണ രൂപം ഉപാസിക്കുന്നവർക്ക് ദേവതാ ഭേദബുദ്ധി മാറിക്കിട്ടുന്നതാണ്. അതായത് ഒരേ പരബ്രഹ്മം തന്നെയാണ് വിവിധ രൂപങ്ങളിൽ നമ്മൾ ത്രിമൂർത്തികളായിട്ട് വേർതിരിഞ്ഞ് നമ്മൾ കാണുന്നത് എന്നും അങ്ങനെയുള്ള ആ ഒരു ഭേദബുദ്ധി മാറിക്കിട്ടുമ്പോൾ തന്നെ നമുക്ക് നിർഗുണോപാസനയുടെ ആ ഒരു ഗുണം ലഭിക്കും. അതായത് ഓംകാരത്തിൽ മനസ്സ് ഓംകാര ജപത്തിലൂടെ നമുക്ക് ഒരു സഗുണോപാസന നിർഗുണോപാസന എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. സഗുണോപാസന എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ രൂപത്തെ ആരാധിക്കുന്നതാണ്. നിർഗുണോപാസന എന്ന് പറയുമ്പോൾ പിന്നെ രൂപമൊന്നും ഇല്ലാതെ ഒരു ഓംകാരം മനസ്സിൽ ജപിച്ചുകൊണ്ട് അങ്ങനെ അതിനെയാണ് നിർഗുണോപാസന എന്ന് പറയുക. അപ്പോൾ രണ്ടും പക്ഷേ ഒരേ സത്യത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഉപാസനാ മാർഗങ്ങൾ എല്ലാം തന്നെ അദ്വൈത ചിന്തയാണ് നമ്മളിൽ ഉണർത്തേണ്ടത്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ശിവനാണോ വലുത്, വിഷ്ണു ആണോ വലുത് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ശിവനെ ആരാധിക്കുന്നവർ പറയും ഏറ്റവും ശക്തിയുള്ള ഭഗവാൻ ശിവനാണ്, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ പറയും വിഷ്ണുവാണ് ഏറ്റവും ശക്തിയുള്ളത്. പക്ഷേ ഈ തർക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു അദ്വൈത ബുദ്ധി കൊണ്ട് നടക്കുന്നവർക്ക് പിന്നെ ഈ ഭേദബുദ്ധിയൊക്കെ അകന്ന് അവർ സ്ഥിരമായിട്ടുള്ള ആ ഒരു പ്രപഞ്ച സത്യത്തെ കാണുകയും അതിലൂടെ ശരിയായിട്ടുള്ള ഭഗവാനെ അറിയാൻ അവർക്ക് കഴിയുകയും ചെയ്യും. അതാണ് ഈ ഭേദബുദ്ധിയാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത് എന്നും അപ്പോൾ ഉപാസനയ്ക്ക് മുമ്പ് ഈ ഒരു ബോധം, ശരിയായിട്ടുള്ള ബോധമാണ് ഒരാൾക്ക് കിട്ടേണ്ടത്. അതിന് ശരിയായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമേ നമുക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ പ്രാധാന്യം ഹിന്ദു സംസ്കാരം എടുത്തു പറയുന്നത്. നമ്മളൊരു ഗുരു പരമ്പരയിൽ വിശ്വസിക്കുന്നു. വന്ദേ ഗുരുപരമ്പരാം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ ഗുരുപരമ്പരകൾക്കും നമസ്കാരം. ശങ്കരാചാര്യർ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു മഹാ ആചാര്യൻ തന്നെയാണ് നമുക്ക് ഈ ഒരു അദ്വൈത സിദ്ധാന്തത്തിലൂടെ ആ ഒരു പ്രപഞ്ചത്തിലും തന്നിൽ തന്നെയും ഉള്ള ആ ഒരു ഭഗവാനെ കാണാൻ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് ഇത്രയും ഭാഗം എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു. ഡങ്കം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന് പോകുന്നു മോഹവഴി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പോൾ നമ്മൾ ഈ ഒരു കാലം വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ കൊടിയേറുന്ന കാലമാണ്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൊങ്കാലകളുമൊക്കെ ഉണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധമായ പൊങ്കാല ഉത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ ആധ്യാത്മികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു അറിവ് നേടാനായിരിക്കണം നമ്മൾ ശരിക്കും വിനിയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇതെല്ലാം ആചരിക്കുമ്പോഴും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു അറിവിലേക്ക് നമ്മൾ എത്തുന്നില്ല. പക്ഷെ നമ്മൾ കുറേ വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും അതിൽ തന്നെ ഒതുങ്ങി പോകുന്നു. പക്ഷെ അതിലൂടെ ഒന്നും നമുക്ക് ശരിയായിട്ട് നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശരിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഗൈഡൻസിലൂടെ മാത്രമേ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവ് നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പരമ്പരകളെ നമ്മൾ ഹിന്ദുമത സംസ്കാരം വന്ദിക്കുന്നത്. വന്ദേ ഗുരു പരമ്പര. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ.
നമസ്തേ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അഖില ഗുരുവായിട്ടുള്ള ഈ ലോകത്തിൻ്റെ തന്നെ ഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.